ഹായ്, കഴിഞ്ഞ ദിവസമായിരുന്നു രേണു സുധിയുടെ ഇളയ മകൻ ഋതുൽ ദാസിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ കിച്ചു ഈ ബർത്ത്ഡേ വിഷസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ബർത്ത്ഡേ കാര്യം അറിയുന്നത്. ഞാനത് ലൈക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഇവിടെ കൊടുത്തിരിക്കാം ആ പോസ്റ്റ്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് വായിച്ചതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇതിനെന്തായാലും രേണു മറുപടി പറയുമായിരിക്കും. കാരണം എന്താ അവൻ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിനെതിരായിട്ട് എന്തായാലും രേണു രണ്ട് വാക്ക് പറയാതിരിക്കില്ല. ഒന്നാതിപ്പോൾ കിച്ചുവിൻ്റെ കാര്യമൊക്കെ അവരെപ്പോഴും സോഷ്യൽ മീഡിയയിൽ എടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് എന്തായാലും വീഡിയോ ഇടും എന്നുള്ള തരത്തിൽ ഞാനിവിടെ വെറുതെയാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ രേണുവിൻ്റെ ഒരു വീഡിയോ, അതിൽ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, രേണു, ഈ കുട്ടിക്ക് 7 വയസ്സേ ഉള്ളൂ. അവൻ എഴുതിയിട്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണെന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്നവർ 1 വയസ്സാകുമ്പോൾ 2 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 6 മാസത്തിൽ ആകുമ്പോൾ ഇതിനൊക്കെയും വിഷ് ചെയ്തിടാറുണ്ട്. 6 മാസം തികയുമ്പോൾ 1 വയസ്സാകുമ്പോൾ 2 വയസ്സാകുമ്പോൾ ഇതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും അവർക്കറിയാവുന്ന ഭാഷകളിൽ അവർ എഴുതിയിടും, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ടിടും, സ്റ്റോറി വയ്ക്കും, എല്ലാ തരത്തിലും അവർ പോസ്റ്റ് ഇടും അല്ലെങ്കിൽ റീലിടും. ഇതൊന്നും അവർ വായിക്കുന്നില്ല, അവർക്കറിയില്ല. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് പോലും അറിയാത്തൊരു കാലത്താണ് അത് ഇടുന്നത്. ഈ കുഞ്ഞു പിള്ളേർക്ക് 1 വയസ്സും 2 വയസ്സ് അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു 10 വയസ്സ് വരെ പിള്ളേർക്ക് അങ്ങനെ തന്നെയാണ്, ഒന്നും അറിയില്ല. പക്ഷേ അവർ പോസ്റ്റ് ഇടാതെയോ അല്ലെങ്കിൽ കാര്യങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ ഇടാതെയാണോ ആൾക്കാരിരിക്കുന്നത്, അവരുടെ കുടുംബക്കാരിരിക്കുന്നത്. അവരെ വെച്ച് റീൽസ് ഇടും, അവരെ വെച്ച് പോസ്റ്റ് ഇടും, അവരുടെ ബർത്ത്ഡേ വിഷസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസോ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അവർക്ക് പോസ്റ്റും റീലും ഒക്കെ ഇടാറുണ്ട്. അതൊക്കെ അവർ വായിച്ച് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ അവർ മനസ്സിലാക്കണം എന്നുള്ള തരത്തിലല്ല ഇടുന്നത്. അവൻ്റെ ഒരു കാര്യം അവൻ എഴുതിയിട്ടു, അതിൽ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതിന് ശേഷം അവന് പറയാനുള്ളത് അത് താഴെ എഴുതിയിട്ടു. അതിന് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവൻ അവിടെ കാണാം. അല്ലാതെ ഇതൊരു നിങ്ങളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തതോ അതുമായിട്ട് ഇതും കണക്ട് ചെയ്യേണ്ട. അങ്ങനെ അല്ല ഇവിടെ പറയേണ്ടത്. ഓരോ കുടുംബത്തിലും വായിക്കാൻ അറിഞ്ഞൂടാത്ത എത്രയോ പേരുണ്ട്, പഴയ ആൾക്കാർ. അപ്പോൾ അവർക്ക് ബർത്ത്ഡേ വിഷസ് വരുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴും അവർക്ക് വേണ്ടി പോസ്റ്റും റീലും ഒക്കെ എടുത്തിടാറുണ്ട്. ഇതൊന്നും അവർ കാണത്തില്ല, അവരറിയത്തുമില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എടുത്തിടാറുണ്ട് പോസ്റ്റുകളും റീലുകളൊക്കെ. അവർക്കറിയില്ല. അവർ ചിലപ്പോൾ നോക്കിയിട്ട് അവർ അതങ്ങ് മാറ്റും. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞവർ അറിയും, നിനക്ക് വേണ്ടി അവർ ബർത്ത്ഡേ വിഷസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, അതാണ്. അപ്പോൾ ഈ കൊച്ചിനൊന്നും അറിയില്ല. 7 വയസ്സായ കൊച്ചിന് എന്തിനാണ് അങ്ങനെ ഇട്ടത് എന്നുള്ള തരത്തിൽ നിങ്ങൾ ചോദിച്ചത് വളരെ വേണ്ടാത്തൊരു കാര്യം. നിങ്ങൾ കിച്ചുവിനെ പറഞ്ഞത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ഒരു അംശം പോലും അവൻ തിരിച്ച് മറുപടിയോ ഒരു തരത്തിലും നിങ്ങളെ പറഞ്ഞിട്ടോ ഒന്നുമില്ല. എവിടെയും ഞാൻ ഒരിടത്തും കണ്ടില്ല കിച്ചു നിങ്ങളുടെ പേരിൽ മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇത് ഒരു തരത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ ലൈവ് തുടങ്ങിയതിൻ്റെ പേരിൽ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൻ്റെ പേരിൽ അവൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അതിനും നിങ്ങൾ പറയുന്നു അത് അവൻ ഗുഡെന്ന് പറഞ്ഞത് കൊണ്ടാണ് ചെയ്തതെന്ന്. നിങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ അത് ആര് തന്നെ ആയിരുന്നില്ല, ആദ്യം അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യമാണെന്ന് അവനും അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ആ കാര്യം അറിയത്തുള്ളൂ. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു കാര്യമാണെന്ന്. ഇതിപ്പോൾ ഈ ഒരു കൊച്ചിനൊരു ബർത്ത്ഡേ വിഷസ് ചെയ്തു, ആ കൊച്ചിന് വായിക്കാൻ അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വീഡിയോ കോൾ വിളിച്ചില്ല അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയാമായിരുന്നല്ലോ. ഈ നിങ്ങൾ തന്നെയല്ലേ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അവനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഫോൺ വിളിക്കാത്ത എന്ത് അല്ലെങ്കിൽ വീട്ടിൽ വരാത്തത് എന്ത്. നിങ്ങളായിട്ട് പിണങ്ങി ഇരിക്കുമ്പോഴത്തേന് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ട ഇൻ്റർവ്യൂസിലെല്ലാം ഭയങ്കര മോശമായിട്ട് പറയുന്ന ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അവൻ വരുമോ? ഇതിന് മുൻപ് അവൻ വന്നപ്പോഴത്തേക്കും നിങ്ങളെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ വന്നിരുന്നു പറഞ്ഞു എന്തിനാ അവൻ വന്നത്, വീടും പരിസരവും കാണാനാണോ അവൻ വന്നത് എന്നുള്ള തരത്തിലല്ലേ നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ അവൻ വരുമോ നിങ്ങളെ വീട്ടിലേക്ക്? എന്നിട്ട് എല്ലാം അവൻ്റെ തലയിൽ കൊണ്ടങ്ങ് ചാരുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. കാരണം ഈ 2 പിള്ളേരും സുധി എന്ന് പറയുന്ന
അയാളുടെ 2 മക്കൾ തന്നെയാണ്, അവർ സഹോദരങ്ങൾ തന്നെയാണ്. പണ്ടത്തെ വീഡിയോസിലൊക്കെ കിച്ചുവും ഋതപ്പനും തമ്മിലുള്ള വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഋതപ്പൻ ഇനി അവനെ വെറുക്കുമെങ്കിലേ ഉള്ളൂ. കാരണം നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും നിങ്ങൾ അവനെ ഇടയ്ക്കിടയ്ക്ക് അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അടുത്ത് തന്നെ അവൻ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് വരുമ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ചിലപ്പോൾ ഒരു ദേഷ്യമോ വിദ്വേഷമോ വരാനായിട്ട് സാധിക്കും. കാരണം അമ്മ ഇത്രയും കറി പറയുകയല്ലേ, അമ്മ എപ്പോഴും ഇങ്ങനെ പറയുകയല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ആ കൊച്ചിലെ മുതലേ കേട്ട് വരുമ്പോഴത്തേക്കും ഇവൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത വരും, ആ ചേട്ടൻ ഇങ്ങനെയാണ്, ചേട്ടൻ അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ തമ്മിലുള്ള ശത്രുതയായിരിക്കും വരിക. നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് മാറിയിരുന്ന് വീഡിയോ ചെയ്യാനൊരു സാധനം. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അവൻ്റെ ഉള്ളിൽ അത് കാണും. ഇതിപ്പോൾ അവൻ കേട്ട് മനസ്സിലാക്കുന്ന ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ കുഞ്ഞിനെ നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തരത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലത്തുള്ള വിഷയങ്ങൾ, നിങ്ങളെ കുടുംബ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേണ്ടത്. അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. ഇതൊരു ബർത്ത്ഡേ വിഷസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അത് അവനോട് പറയാനുള്ള കാര്യങ്ങൾ താഴെ എഴുതി, അല്ലാതെ നിങ്ങളെ ഒരു സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുത്തതൊന്നുമല്ല. നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുകയും വേണ്ട. എല്ലാത്തിനും ഒരു ലിമിറ്റ്, അത് തന്നെയാണ് വേണ്ടത്. ഇനിയെങ്കിലും ഒന്ന് സമാധാനപ്പെട്ട് സംസാരിക്കൂ, അല്ലെങ്കിൽ ഒരു കാര്യഗൗരവത്തോടെ സംസാരിക്കൂ. ഓക്കെ.